വാലന്റൈൻസ് ഡേ ഒക്കെ കഴിയുന്ന സമയത്ത് വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് സൃഷ്ടിക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് ടെഡ്ഡി ബിയർ. ടെഡ്ഡി ബിയറിന്റെ പിന്നിലെ രസകരമായ കഥ അറിയാം. 100 Days 100 Stories, Day 68. പ്രായഭേദമന്യേ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സമ്മാനമാണ് ടെഡ്ഡി ബിയർ. ലോകമെമ്പാടുമായി ബാർബി ഡോൾ ഉള്ളതുപോലെ തന്നെ വലിയൊരു ഫാൻ ബേസ് ടെഡ്ഡി ബിയേഴ്സിനും ഉണ്ട്. ഇനി ടെഡ്ഡി ബിയറിന്റെ കഥ. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന തിയോഡർ റൂസ്വെൽറ്റിന്റെ ചെല്ലപ്പേരായിരുന്നു ടെഡ്ഡി എന്നുള്ളത്. ഒരു ദിവസം സുഹൃത്തുക്കളുമായി കാട്ടിൽ ഹണ്ടിങ്ങിന് പോയ ടെഡ്ഡിക്ക് വേട്ടയാടാനായി ഒരു കരടിയെ സുഹൃത്തുക്കൾ കയറിൽ ബന്ധിച്ച് നിർത്തിയിരുന്നു. തന്റെ സുഹൃത്തുക്കൾ കരടിയുടെ നേർക്ക് നിറയൊഴിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ആ കരടിയുടെ കാലിൽ ഒരു ചെറിയ മുറിവ് കണ്ട റൂസ്വെൽറ്റ് അവരെ തടഞ്ഞു. അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം ആ കരടിയെ അധിക വേദന സഹിക്കാതെ ദയാവധം ചെയ്യാൻ അനുവാദം നൽകിയെങ്കിലും പരിക്ക് പറ്റിയ കരടിയെ വെടിവെക്കാൻ കൂട്ടാക്കാതിരുന്ന റൂസ്വെൽറ്റിന്റെ സംഭവം പിറ്റേന്ന് വാർത്തയായപ്പോൾ അന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ കാർട്ടൂണിസ്റ്റ് ആയിരുന്ന ക്ലിഫോർഡ് ബെറിമാൻ ഇതിനെ ആസ്പദമാക്കി ഒരു കാർട്ടൂൺ വരച്ചു. ഈ കാർട്ടൂണിലെ ക്യൂട്ടായ കൊച്ചു കരടിയുടെ ചിത്രം അമേരിക്കൻ കോളങ്ങളിൽ അന്ന് വൈറലായി. ഈ കാർട്ടൂണിലെ ക്യൂട്ട് കരടിയെ കണ്ട് ഇൻസ്പയർഡ് ആയ മോറിസ് മിസ്റ്റോം എന്ന അമേരിക്കയിലെ ഒരു ടോയ് ഷോപ്പ് ഓണർക്ക് ഇതിലൊരു കച്ചവട സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. പലപ്പോഴും ക്രൂരതയുടെ രൂപമായി ഭയപ്പെടുത്താറുള്ള കരടിയെ എന്തുകൊണ്ട് ഒരു ക്യൂട്ട് ഫിഗർ ആക്കിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹവും ഭാര്യയും ചേർന്ന് ചെറിയ കരടി പാവകളെ തുന്നി അവരുടെ കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചു. പ്രസിഡന്റ് ടെഡി വെറുതെ വിട്ട കരടിക്ക് അവർ ടെഡീസ് ബെയർ എന്ന് പേരുമിട്ടു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന കരടി ബൊമ്മകൾ അത്രയും വിറ്റുപോയി. ലോകമെമ്പാടും ടെഡ്ഡി ബിയറുകൾ ട്രെൻഡിംഗ് ആയി മാറി. കടുവയ്ക്കും പുലിക്കും സിംഹത്തിനും ഒക്കെ ഒപ്പം കാട്ടിലെ വന്യമൃഗങ്ങൾക്കിടയിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്ന ജീവിയാണ് ഈ കരടി. പാവം ഗതികേട് നോക്കണേ. ടെഡ്ഡി ബിയറുകൾ ഇറങ്ങിയതിനു ശേഷം കരടിക്ക് കാട്ടിൽ പോലും ഒരു വിലയിലെന്നാണ് കേട്ടത്.